വിശുദ്ധ അന്തോനിസ് മുന്നിയാള, ഞങ്ങൾ പാപികളാവുന്നു. ഞങ്ങളുടെ പാപഭാരം നീ തന്നെ ഏറ്റെടുക്കണമേ. എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. അവിടെയല്ല, ദാ ഇവിടെ. ബൊഫേ, നമുക്ക് എന്തെങ്കിലും തിന്നിട്ട് പോകാം. ആദ്യം ചെറുക്കനെ പെണ്ണിനെ കണ്ടിട്ട് വരാം. പിന്നെ ആയി കഴിഞ്ഞാൽ ചിക്കന്റെ ചാറ് പോലും കിട്ടൂല. ഹലോ, നിങ്ങളല്ലേ തീപ്പന്തല്ലിരുന്ന മിസ്റ്റർ രാജ്ബോസ്? അല്ല. ആണെന്നേ, ഞാൻ പത്രത്തിൽ ഫോട്ടോ ഉണ്ടല്ലോ. അല്ലെന്നെ, നിങ്ങൾക്ക് ആളെ തെറ്റിയതാ. ആള് തെറ്റിയിടുന്നില്ല, താൻ തന്നെ. ഇല്ലെന്ന്. ഒരു മിനിറ്റ് മാറി നിന്നും സംസാരിക്കാം. അതിന്റെ ആവശ്യമില്ല, നമ്മള് ഫാമിലി ആയിട്ട് വന്നതാ. നമുക്ക് ഫാമിലി ഒക്കെ ഉള്ള അതിന്റെ ആവശ്യമില്ലെന്ന് ചാച്ചു. ഒരു മിനിറ്റ്, ഒരു ഓട്ടോഗ്രാഫ് കൊടുത്തു. നല്ല ആരാധകനും ആയിരിക്കും. ഓഹോ, അപ്പൊ നിന്റെ സെറീനയാണ് അവരുടെ കോമൺ ഫ്രണ്ട്. മത്തായി ചേട്ടായി, എന്റെ ഭാര്യയും നിന്റെ ഭാര്യയും കൂടി ഇപ്പൊ നമ്മുടെ ഭാര്യയെ കാണുമല്ലോടാ. ഓ ചേട്ടായി പ്ലീസ്, ഞാൻ ചേട്ടായുടെ അനിയനല്ലേ. ഞാൻ 6 വർഷങ്ങൾക്ക് മുമ്പ് ചേട്ടായി എനിക്കൊരു ജോലി തന്നു, താമസിക്കാൻ ഒരു വീട് തന്നു. അങ്ങനെയുള്ള ചേട്ടായി തന്നെ എന്റെ കല്യാണ ദിവസം ഡൈവോഴ്സ് നടത്താൻ കാരണക്കാരനാകരുത്. ഞാൻ കാല് പിടിക്കാം, തന്റെ വരെ കാല് പിടിക്കാം. ചേട്ടായി എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഈ ഷോളി കെട്ടി തൂക്കിച്ചാവും. അവര് തമ്മിൽ കേട്ട കുഴപ്പമാവും. നീയൊന്ന് സമാധാനമായിട്ടിരിക്കേ. നീ വിളിച്ചോണ്ട് പോ, ഞാനൊന്ന് ഹാൻഡിൽ ചെയ്ത്. നമുക്ക് അപ്പുറത്ത് മാറി നിന്ന് കരയാം. കൃഷ്ണേന്ദു, ഓക്കെടാ കുട്ടാ. രാജ്ബോസ് ഞാൻ അല്ലാന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ആണെന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ എന്നെ കൊന്നു കളഞ്ഞനെ. അളയെന്ത് ഇവിടെ? അതെ, മൂന്തേട്ടൻ എന്താ ഇവിടെ? കല്യാണത്തിന് വന്നത്. അല്ല, നിങ്ങളെന്താ ഇവിടെ? ഇത് എന്റെ ഫ്രണ്ടിന്റെ കല്യാണം ആണോ? ചെക്കൻ എന്റെ ക്ലോസ് ഫ്രണ്ടാ. അല്ല, അതിന് മൂന്തേട്ടൻ അവിടുത്തെ കല്യാണത്തിന് പോകുന്നല്ലേ പറഞ്ഞത്? അതെ, ഞാൻ അവിടുത്തെ കല്യാണത്തിന് പോയാലും നീ ഇവിടുത്തെ കല്യാണത്തിന് വന്നാലും എല്ലാ കല്യാണം തന്നെയല്ലേ. പക്ഷെ ഞാൻ അവിടുത്തെ കല്യാണത്തിന് പോകുന്നത് നിനക്ക് ഇഷ്ടമല്ല എന്നുള്ളത് എനിക്കറിയാം. എന്ത് ചെയ്യാം, മനം പോലെ മംഗല്യം നല്ലേ കാരണവന്മാര് പറയാറ്. മുകുന്ദേട്ടൻ വലിയ തമാശയൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. പിടിച്ചു നിൽക്കണ്ടേ? ഒരു മിനിറ്റ് വന്നേ. ശരിക്കും ഇവിടെ എത്ര കല്യാണം നടക്കും? അതെ, നമുക്ക് അത്യാവശ്യമായിട്ട് വീട് വരുന്നു പോണം. അയ്യോ, എന്ത് പറ്റി? അത് പിന്നെ നീ മുന്നിലത്തെ കഥ അടയ്ക്കാതെ അല്ലടി വന്നത്. അതിന് ഞാനല്ലേ കഥവും പൂട്ടി ചാച്ചിയുടെ കയ്യിൽ താക്കോല് കൊടുത്തത്. അതല്ലടാ മണ്ട, ഞാൻ ഉദ്ദേശിച്ചത് ഇവള് ഗ്യാസ് അടയ്ക്കാൻ മറന്നുപോയിന്ന്. 3 ദിവസമായി ഗ്യാസ് തീർന്നിട്ട് അത് എടുത്തോണ്ട് കൊടുക്കാത്തോണ്ട് ചാച്ചി ഇങ്ങ് അറ്റം വരെ എന്നെ തെറിവിളിയായിരുന്നു. ഞങ്ങൾ ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നിടത്ത് നിനക്ക് എന്താ കാര്യം? പോയോടുന്നു ഒന്ന് ഞാൻ വന്നേ. ഇങ്ങനെയുണ്ട് അളിയന്മാര്. അതെ, ശ്രേയ അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ എല്ലാം തുറന്നു പറയാത്തത്. നമുക്കൊന്നും വരാൻ പറ്റിയൊരു കല്യാണം അല്ലത്. അതെന്താ? അതെന്താണെന്ന് വെച്ചാല് ഞാനത് എങ്ങനെയാ നിന്നോട് പറയാ. പെണ്ണിന്റെ അച്ഛനെ വേറൊരു സെറ്റപ്പ് ഉണ്ട്. അതറിഞ്ഞിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. തള്ള ഇന്നലെ രാത്രി വേറെ ആളുടെ കൂടെ ഓടിച്ചോടിപ്പോയി. അത് പിന്നെ ആരൊക്കെയോ തിരിച്ചു പിടിച്ചോണ്ട് വന്നു എന്നൊക്കെയാണ് പറയണത്. എന്തായാലും ദൈവമാണ് ഇപ്പൊ നിന്നെ എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത്. നമുക്ക് പോയേക്കാം. അയ്യോ പാവം കുട്ടി, അച്ഛനും അമ്മയും തെറ്റിയതിന് ആ കുട്ടി എന്ത് പഠിച്ചു? ഞാനത് എന്തായാലും കൊടുത്തിട്ട് വരാം. അയ്യോ, എന്താ മൂന്തേട്ടാ? അറിയില്ല, നെഞ്ചുവേദന. അയ്യോ, കല്യാണ വീടാണ്, വെറുതെ ഒച്ച വെച്ച ആളെ കൂട്ടല്ലേ. നെഞ്ചിനകത്തൊരു വേദന. ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇത് പന്നിപ്പനിയാ. അയ്യോ, ഇതൊന്നും അല്ല. പിന്നെ ഇത് പിന്നെ ഒരു തരിപ്പ് ഒരു വിറയലും. അതിനാളെയും വിറയ്ക്കുന്നൊന്നുമില്ലല്ലോ. ഇതിന്റെ പേര് പിന്നെ വിറയലിനല്ലടാ. ശരിയാ, വിറയ്ക്കുന്നുണ്ട് ചേച്ചി. അയ്യോ, നമുക്ക് വേഗം ആശുപത്രി പോവാം. എന്നാ പെട്ടെന്നാട്ടെ, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം. നല്ല ചിക്കൻ ചേച്ചി, ഈ നീളമുള്ള പീസുകൾ. ചുമ്മാ അളിയന് വിറയൽ വരാൻ കണ്ട സമയം. ഒരു ചിക്കൻ. ഒക്കെ നമ്പർ ആയിരുന്നു അല്ലേ? അല്ല, അത് ഞാന് വേണ്ട, ഡോക്ടറോട് കള്ളം പറയരുത്. അത് മഹാകള്ളനായ ഡോക്ടറോട്. അല്ല, ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എനിക്ക് നെഞ്ചുവിനെ അഭിനയിക്കേണ്ടി വന്നു. ഞാൻ ചെയ്യും പോലെ തന്നെ അല്ലേ? ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. അതിരിക്കട്ടെ, ദിവസവും ഭാര്യയെ പേടിക്കാതെ 2 ലാർജ് അടിക്കണമെന്നുണ്ടോ? തുറന്നു പറഞ്ഞോളൂ. വേണമെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ കുറിച്ച് തരാം. ആഹാരത്തിന് മുമ്പ് 2 ലാർജ്. പിന്നെ നമ്മ മറന്നാലും ഭാര്യ ഓർമ്മിപ്പിച്ചൊഴിച്ചു തരും. എന്റെ ചക്കര ചെയ്യും പോലെ. ചക്കരേ? എന്റെ ഭാര്യ കല്യാണം കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ എന്റെ തിരക്കിനിടയിൽ ഭദ്രകാളിന്റെ പേര് ഞാൻ മറന്നുപോയി. നിന്റെ പേരെന്താണെന്ന് ഭാര്യയോട് ചോദിക്കാൻ പറ്റുമോ? പിന്നെ ചക്കരയെ മുത്തേ തേന എന്നെ കുറിച്ച് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അവള് ഹാപ്പി, ഞാൻ ഹാപ്പി. ഒരു ഹാപ്പി ഹസ്ബൻഡ് ആകുന്നതിന്റെ പിന്നിൽ ഇതുപോലെ ഒരുപാട് ത്യാഗങ്ങളുണ്ട്. നിങ്ങളുടെ നെഞ്ചുവേദന ഞാൻ ഹാൻഡിൽ ചെയ്യാം. പക്ഷേ ഒരു ബ്രിഡ്ജ് ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. എന്ന് വെച്ചാൽ എനിക്കും ഗുണം വേണം. ഇതൊരു ബിസിനസ് ആണേ. ഇനി ഭാര്യയെ വിളിക്കാം. മാഡം വരൂ. എങ്ങനെയുണ്ട് ഡോക്ടർ? എങ്ങനെയുണ്ട് മൂന്തേട്ടാ? ഒന്നും സംഭവിക്കില്ല. ഞാൻ കുഞ്ഞീഷിനെ വിളിച്ചോണ്ടാ നിന്നിരുന്നു. കമോൺ മിസ്റ്റർ കുഞ്ഞികൃഷ്ണൻ. കുഞ്ഞികൃഷ്ണൻ ദൈവമാ. ഈ അസുഖത്തിന് മരുന്ന് യാത്രയാണ്. യാത്രേ?
ആ ജേർണി. വിദേശയാത്ര പോവാറുണ്ടോ? മറ്റന്നാ ഞങ്ങൾ സിംഗപ്പൂര് പോകുന്നുണ്ട്. മോഹൻദേട്ടൻ അവിടെ എഡിറ്റേഴ്സ് മീറ്റ് ഉണ്ട്. ആ സിംഗപ്പൂർ വേണ്ട. സിംഗപ്പൂർ ഡയറക്റ്റ് പ്ലേസ് ആണ്. മലേഷ്യ പോവും. കഴിയുന്ന നേരത്തെ തന്നെ പോകൂ. അല്ല ഞങ്ങൾ ഓൾറെഡി സിംഗപ്പൂർക്ക് പോകാൻ വേണ്ടി. പേഷ്യന്റ് വിടരുത്. സംസാരം ഹാർട്ടിനെ ബാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രിഡ്ജ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങൾ ഈ മലേഷ്യക്ക് തന്നെ മുകുന്ദേട്ടൻ സംസാരിക്കണ്ട, ഡോക്ടർ പറയൂ. ഞാൻ പറഞ്ഞത് അനുസരിക്കാമോ? അനുസരിക്കാം. ആ യാത്ര മലേഷ്യക്കാക്കണം. അവിടുത്തെ കാറ്റിന് ഔഷധ ഗുണമുണ്ട്. അവിടുന്ന് സിംഗപ്പൂർക്ക് റോഡ് മാർഗം പോകാമല്ലോ. ഹോട്ടലൊക്കെ വളരെ ചീപ്പാ. അവിടെ ഡോർഷാഡ് ബീച്ച് റിസോർട്ടിൽ തന്നെ താമസിക്കണം. അതെന്തിനാ ഞങ്ങൾ അവിടെ തന്നെ താമസിക്കും? മുകുന്ദേട്ടൻ സംസാരിക്കണ്ട, ഡോക്ടർ പറയൂ. ആ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററിയാ. ടാക്സി ഹോട്ടലിൽ നിന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തരും. ആ അവിടെ 1 മിസ്റ്റർ ധർമ്മപാലനുണ്ട്. ദാ ഈ കാർഡ് കാണിച്ചാൽ മതി, ഡിസ്കൗണ്ട് തരും. നാളെ തന്നെ പോയിക്കോളൂ. ഈ ഹോട്ടലിൽ തന്നെ താമസിച്ചില്ലെങ്കിൽ പിന്നെ ഹാർട്ട് അടിച്ചു പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. അയ്യോ, ഡോക്ടർ പറയുന്നത് പോലെ തന്നെ ചെയ്തോളാം. ഞങ്ങൾ അവിടെ തന്നെ താമസിക്കണം എന്നുള്ള ബ്രിഡ്ജ്. ആ അപ്പോൾ ഹൃദയരക്ഷയ്ക്ക് മലേഷ്യയുള്ളൂ ഏക വഴി. പെട്ടെന്ന് പറഞ്ഞോളൂ. വിഷ് യു ഹാപ്പി ജേർണി. എക്സ്ക്യൂസ് മീ സർ. യെസ്. മുകുന്ദേട്ടാ, ഇത് അമ്പരക്കണ്ട, ഞാൻ ധർമ്മപാലൻ. മിസ്റ്റർ മുകുന്ദൻ ആൻഡ് മിസ്സസ് കൃഷ്ണേന്ദു. യെസ്, ഡോക്ടർ സത്യപാലൻ. ആ നിങ്ങൾ കൺസൾട്ട് ചെയ്ത ഡോക്ടർ സത്യപാലൻ എന്റെ ഇരട്ട സഹോദരനാണ്. അവന് വരുന്ന ഹാർട്ട് പേഷ്യൻസിന് അവൻ ഇങ്ങോട്ട് അയക്കും. ഇവിടെ വന്ന് ഞങ്ങളുടെ ബില്ല് കണ്ട് ഹാർട്ട് അടിച്ച് വീഴുന്നവരെ ഞാൻ അങ്ങോട്ടേക്ക് അയക്കും. ഒരു മ്യൂച്വൽ ക്യാൻവാസ്. താനെ പോൺ. ഇവിടെ കോട്ടേജ് റെഡിയാണല്ലോ അല്ലേ? എപ്പോഴേ റെഡിയാണ് സാർ. അയ്യോ, ദേ മലയാളം പറയുന്നു. എന്നെ ഇവിടുത്തെ ഭാഷ പഠിപ്പിക്കാൻ ശ്രമിച്ചതാ. അവസാനം അവള് മലയാളം പഠിച്ചു. നമ്മ മലയാളികൾ അങ്ങനെയാണല്ല. ആരിൽ നിന്നും ഒന്നും പഠിക്കില്ല. മറ്റുള്ളവർക്ക് പലതും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. കൃഷ്ണേന്ദു, നീ ഇയാളുടെ റൂമിലേക്ക് വെക്കോ. എനിക്ക് കുറച്ച് ഫോൺ ചെയ്യാനുണ്ട്. അയ്യോ മുകുന്ദേട്ടൻ നെഞ്ചുവേദന. അതൊക്കെ കുറഞ്ഞൊന്ന്. അയ്യോ, നെഞ്ചുവേദനുണ്ടെങ്കിൽ ഞങ്ങളുടെ ബ്രോഷറും താരിഫൊന്നും നോക്കിക്കളയരുത്. കുഴപ്പവും. മാഡം വരൂ.